ഇതെവിടെ പോയി? ഒരു സാധനം വച്ചെടുത്ത് കാണൂല. ഞാനല്ലേ വെച്ചത്, എനിക്കറിഞ്ഞൂടെ? നീന്റെ അകത്താച്ച നോക്കി. ഹലോ, ബില്ല് കിട്ടിയോ? ഇല്ല. നിങ്ങൾ ഇത്രയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത ആളായി പോയല്ലോ. ആ ബില്ല് കാണിക്കാൻ സമ്മാനം തരില്ല എന്ന്. എനിക്ക് ആ ബില്ല് കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ല നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരണ്ട. ഇങ്ങർക്ക് ഇത് എന്തിന്റെ സൂക്കേടായി? ചുമ്മാ പിയൂണെ എന്ന് അലർന്നു. അതെ, പ്രശ്നമായില്ലേ? നീ കസേര തുടക്കാത്തത്? അയാൾ തുടച്ചു. തുടച്ചാ? എനിക്ക് പിന്നെ ഈ കലണ്ടർ മറിച്ചിടാത്തത് മാറി നീരാ ഇനിയുണ്ടല്ലോ സാറേ. സാറേ എന്താ സാറിന്റെ പ്രശ്നം? സാറേ വളച്ചേട്ടാ കാര്യം പറ. ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റൈൽസ് ബില്ല് വച്ചിരുന്നു. എന്താ തുണിക്കടയിലെ ബില്ല് വച്ചിരുന്നെന്ന് നീ കണ്ട? ഞാൻ തുണിക്കട എടുക്കുന്നത്. എന്റെ ഭാര്യ തുണിക്കടയിൽ ബ്ലൗസ് പീസ് എടുക്കാൻ പോയി. കടക്കാരെ ഒരു കോണ്ടസ്റ്റ്. എന്താ മത്സരം? മത്സരം. ഒരു വജ്ര കമ്മലാണ് സമ്മാനം. എന്റെ ഭാര്യയ്ക്കാണ് കിട്ടിയത്. ഈ ബില്ല് കൊടുത്താലല്ലേ അത് കിട്ടൂ. ബില്ല് എന്റെ കയ്യിലായി. അത് ഞാൻ ഇവിടെ വച്ച് കാണാനില്ല. സാറേ സാറിന് പുതിയ ഒരെണ്ണം മേടിച്ചു കൊടുത്തൂടി. നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊന്നും അല്ല ഭാര്യമാർക്ക് ഇഷ്ടം. അവർക്ക് ഈ ഓസിന് കിട്ടണതാ, ഗിഫ്റ്റ് കിട്ടണൊക്കെയാണ് അവർ വലിയ കാര്യമായിട്ട് വെച്ചോണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും എന്റെ കാര്യം പോക്കായിരിക്കും. അല്ല, ഓക്കെ തന്നെ. ഈ ബില്ലെന്ന് പറയുന്നത് അത്രയും വലിയ പ്രശ്നമാണ്. അതല്ലേ നിന്നോട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നീ പോയി ഒന്ന് നോക്ക്. ഞാൻ നോക്കാം. ഒന്ന് പോയി നോക്ക്. അവിടെയൊക്കെ നോക്ക്. അവിടെ അതോ ഞാൻ നോക്കി. ആ ഷെൽഫിലേക്ക് നോക്ക്. കൊലച്ച് മറിച്ചിടാതെ നോക്ക്. ആ ഷെൽഫിലേക്ക്. ഷെൽഫ് തള്ളിയിടാനല്ല പറഞ്ഞത്. അല്ല, അപ്പൊ ഇത് ഓരോന്നും ഞാൻ നോക്കണം. നോക്ക്. ബില്ല് കണ്ടിട്ടില്ലേ? അതല്ല ബില്ല്. പിന്നെ തുണി വാങ്ങിക്കണ ബില്ല് കണ്ടിട്ടില്ലേ ജീവിതത്തില്? ഈ ചെറിയ ബില്ല്. അത് തന്നെ, ചെറിയ ബില്ല് കണ്ടാ? നോക്ക്, സഹായിക്ക്. ഞാനെങ്കിലും ഒരു വാരം വരട്ടെ. ദേ നോക്ക്, നമ്മൾ ഒരുമിച്ച് നിന്ന ആർട്സ് ക്ലബിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നമുക്ക് തന്നെ ആവാം. അത് ശരിയാ. എന്താ എല്ലാരും കാത്തിരിക്കുന്നത്? ഞങ്ങളെ ചേട്ടന്റെ ഈ സുന്ദരമായ മുഖം കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ നിനക്ക് മാത്രമേ ഉള്ളൂ പാവം. എടി, നമുക്കിവിടെ എതിരാളിയായിട്ടുള്ളത് അവന്മാര് മാത്രം. പൊറിഞ്ച്. അപ്പൊ മറ്റാളെ മമ്മു രവി ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ആർട്സ് നൽകാൻ പോകണം. അത് ഉറപ്പാ. മാത്രമല്ല ഇവിടെയുള്ള എല്ലാ കുട്ടികളും നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്താണ് കാന്താരികളെല്ലാം കൂടി ഒരു കൂടിയാലോചന? ടീച്ചർ അറിഞ്ഞില്ലേ ഇന്നാ സെക്രട്ടറി പ്രസിഡന്റൊക്കെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആർട്സ് ക്ലബിന്റെ? നമുക്ക് ഇലക്ഷൻ ഒന്നും ഇല്ലാത്തോണ്ട് മീറ്റിംഗ് കൂടി അല്ലാതെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാരും പറയുന്നത് നമ്മള് ആണോ? ഞാൻ പ്രിൻസിപ്പലിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിയുമ്പോൾ മീറ്റിംഗ് റൂമിലോട്ട് നിങ്ങളൊന്ന് ഓക്കെ? ശരി. ടീച്ചർ, ഈ സാരി നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേടി? അല്ല, ഈ സാരി ടീച്ചർ നല്ല ഭംഗിയുണ്ടെന്ന്. പതിപ്പിക്കാതെ മക്കളെ ക്ലാസ്സിൽ പോയെ. പോട്ടെ. May I come in, sir? Yes, come in. തപ്പടേ. എന്താ സാർ, എന്ത് പറ്റി? വല്ല ഇൻസ്പെക്ഷനും ഉണ്ടോ? എന്റെ പൊന്നു ടീച്ചറെ, ഈ ഇൻസ്പെക്ഷൻ വിജയിച്ചില്ലെങ്കിൽ സാറിന്റെ കാര്യം പ്രശ്ന. സർ, ഞാൻ സഹായിക്കണോ? It's okay. ഹലോ, ഇല്ല.
ഞാൻ ഒരു പ്രിൻസിപ്പാളാണ്. ഐ എം എ പ്രിൻസിപ്പൽ. I will try my level best. Okay? സാറേ അയ്യോ ഓക്കെ Yes, I'm okay. സർ ഞാൻ വന്നത് അതെ. നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഭരണസമിതി തിരഞ്ഞെടുക്കണം. അപ്പം സാറിന് മീറ്റിംഗ് റൂമിലോട്ട് വരണം. അത് സാറും ടീച്ചറും കൂടെ ഒന്ന് ചെയ്താൽ എനിക്ക് ഇവിടെ പിടിപ്പത് പണിയാണ്. ഇവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടാ. ചെല്ലേ. ഓക്കെ സാർ. ഇതാണ് ആർട്സ് ക്ലബ്. അല്ല, എക്സ്ക്യൂസ് മീ. സാർ വരുന്നോ? ഇല്ല, ഈ ടീച്ചറെ ഈ ബ്ലൗസിൻ്റെ തുണി വാങ്ങിക്കുമ്പോൾ ബില്ല് സൂക്ഷിക്കാറുണ്ടോ? ബ്ലൗസിന്റെ താങ്ക് യു സാർ. ഓക്കെ. ഇന്ന് മലയാളം ക്ലാസ്സുകളിൽ പൊതുവെ കുട്ടികൾ കുറവാണ്. എന്നാലും നിങ്ങളൊക്കെ വന്നതിൽ എനിക്ക് പ്രത്യേകം വളരെ സന്തോഷമുണ്ട്. എന്താ കൂട്ടുകാരനെ ഇന്നലെ രാത്രി ഉറങ്ങില്ല സർ. എവിടെ പോയി നീ? ഉറങ്ങാൻ പറ്റിയില്ല, ലേറ്റായി. നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ നീ കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് സഹ്യൻ്റെ മകൻ എന്ന വൈലോപ്പള്ളി സീതരമേനോൻ സാറിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതാ സമാഹാരമാണ്. വൈലോപ്പള്ളി സീതരമേനോൻ സാറിൻ്റെ ജീവിത അനുഭവങ്ങളെ ഉപമിച്ചുകൊണ്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് ശരിക്കും പറഞ്ഞാൽ സഹ്യൻ്റെ മകൻ. ഒരു ഉത്സവ കാലഘട്ടത്ത് ഒരു കൊമ്പനാനയെ നെറ്റിപ്പട്ടം കെട്ടിയവരോട് ഉപമിക്കുകയാണ് അദ്ദേഹം. എന്തായാലും നമുക്ക് കവിത ചൊല്ലാം. സഹ്യൻ്റെ മകൻ. ബ്ലൗസ് പീസ് 2.5 മീറ്റർ. ദൈവമേ, ഷർട്ടിന് തന്നെ 2 മീറ്റർ മതിയല്ലേ? ഇത് ഏത് പർവ്വതത്തിൻ്റെ ബ്ലൗസ്? എല്ലാവരും കണ്ട ഇത് മതി കളിയാക്കാൻ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലാത്ത എൻ്റെ കയ്യിൽ ബ്ലൗസ് വാങ്ങി. എന്താ ദൈവം. കവിത നമ്മൾ ഉടൻ ചൊല്ലി ഞാൻ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. സാർ, ടീച്ചറോ? ഞാൻ സാറിനെ കാണാനായിട്ടാണ് ഇറങ്ങിയതാ. എന്നെ കാണാനോ? എന്താ ടീച്ചറെ? അല്ല, ഒന്നുമില്ല. നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഭരണസമിതി ഒന്ന് തീരുമാനിക്കണം. അപ്പൊ സാറിന് മീറ്റിംഗ് റൂമിലോട്ട് വരണം. അയ്യോ, ഞാൻ വരാലോ. അല്ലെങ്കിലേ ടീച്ചർ നിൽക്കുവോ? ഞാനിവിടെ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് സംസാരിച്ച് പോകാം. ടീച്ചർ നിൽക്കില്ലേ? ഓ, നിൽക്കും. പ്രിൻസിപ്പൾ ഒരു ഇമ്മീഡിയറ്റ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് വരാം. എൻ്റെ കവിതയല്ല. ഇവനൊക്കെ ഇത് തന്നെ പണി. ഞാൻ മീറ്റിംഗ് കണ്ടു വരാം. ഇപ്പോൾ മീറ്റിംഗ് അല്ല, ചീറ്റിംഗ് ആയി പോയി കേട്ടോ.